ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ പോണത് മലേഷ്യയിലെ നാഷണൽ മോസ്ക് അഥവാ മസ്ജിദ് നഗര കാണാനാട്ടോ. അങ്ങനെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവിടെ എത്തി. നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ. ഇതാണ് അതിൻ്റെ ടോട്ടൽ ഒരു വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. നല്ല അത്രയും ഭംഗിയുണ്ട് കാണാനായിട്ട്. ഈ തൂങ്ങിക്കിടക്കുന്ന ഡ്രസ്സുകളൊക്കെ നമുക്കിതിൻ്റെ അകത്തോട്ടോ മുകളിലോട്ടോ കയറണമെന്നുണ്ടെങ്കിൽ ഈ ഡ്രസ്സ് നമ്മൾ ഇടണം. അപ്പോൾ മുസ്ലിംസ് മാത്രമല്ല, ഒരുപാട് സ്ഥലത്തു നിന്നുള്ള ടൂറിസ്റ്റുകളൊക്കെ വരുമ്പോഴൊക്കെ ഈ ഡ്രസ്സ് ഇട്ടിട്ടാണ് ഇതിൻ്റെ അകത്ത് പോയിട്ട് നമ്മൾ എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഡ്രസ്സ് ഇട്ടിട്ട് വേണം കിടക്കാനായിട്ട്. ഞാൻ അതിൻ്റെ മുകളിലോട്ടൊന്നും കയറിയില്ല. പക്ഷെ കുറേ ടൂറിസ്റ്റുകൾ വന്നിട്ട് അത് ഇട്ടിട്ട് പോയിട്ട് അവിടെ വന്നിട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് കൊടുക്കണ കണ്ടിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഇതിൻ്റെ ഒരു ഹിസ്റ്ററി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മലേഷ്യ 1957 ഇൻഡിപെൻഡൻസ് ആയതിനു ശേഷം ഈ പുതിയ രാജ്യത്തിൻ്റെ യൂണിറ്റും പ്രോഗ്രസ്സും സിംബലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗ്രാൻഡ് നാഷണൽ മോസ്ക് നിർമ്മിക്കാൻ ഗവൺമെൻറ് തീരുമാനിക്കണം. അങ്ങനെ 1965 മസ്ജിദ് നഗര ഒഫീഷ്യലി ഓപ്പൺ ചെയ്തു. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഹിസ്റ്ററി പറയണത്. ഈ മോസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലേഷ്യയുടെ ഇസ്ലാമിക് ഹെറിറ്റേജും നാഷണൽ പ്രൈഡും റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു ഐക്കോണിക് പ്ലേസ് കൂടിയിട്ടാണ് പറയണത്. ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ ഭയങ്കര സുഖമാണ്. നല്ല റിലാക്സ് ആയിട്ട് ഇരിക്കാൻ പറ്റും നമുക്ക് എത്ര നേരം വേണമെങ്കിലും. ഓൾമോസ്റ്റ് 15,000-ലധികം ആൾക്കാർക്ക് ഒരേ സമയം ഇവിടെ നിസ്കരിക്കാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ. പിന്നെ മുസ്ലിങ്ങൾ മാത്രമല്ല, ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള വിനോദസഞ്ചാരികൾ ഈ പള്ളി സന്ദർശിക്കാൻ എത്താറുണ്ട്. ഇത് നമ്മൾ കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ്. അങ്ങനെ കുറേ നേരം അവിടെ ഇരുന്നു ബസ് പോണതൊക്കെ കണ്ടിട്ട് നല്ല റിലാക്സേഷൻ കിട്ടും നമുക്ക് അവിടെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ. വലിയ തിരക്കൊന്നുമില്ല കേട്ടോ, കുറച്ച് പേരേ ഉള്ളൂ. പക്ഷേ എന്താ പറയുക, ഇവിടെ ഒരുപാട് പേര് ഒരു ദിവസം വരാറുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഞാൻ പോയ അന്ന് അധികം ആൾക്കാരൊന്നുമില്ല. ഇനി നമ്മൾ അപ്പുറത്തെ സൈഡിലോട്ട് കിടക്കുകയാണ്. അപ്പുറത്തെ സൈഡിൽ ഒരു KTM എന്ന് പറഞ്ഞിട്ടുള്ളൊരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. അപ്പോൾ അത് കാണാനായിട്ട് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ നാഷണൽ മോസ്ക് കാണാൻ വരുന്നവരൊക്കെ ഈ KTM റെയിൽവേ സ്റ്റേഷനും കാണാൻ പോകുന്നുണ്ട്. ഇതാണ് ഫർദി ബ്ലോഗർ ആട്ടാള്. ഇതാണ് KTM റെയിൽവേ സ്റ്റേഷൻ. ഞാൻ 12 വർഷം മുന്നേ ഇവിടെ ഫസ്റ്റ് വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷെ അന്നൊന്നും ഇതിനെ പറ്റിയുള്ള ഹിസ്റ്ററിയും കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ ഞാനത് പറയാണ്, 12 വർഷം മുന്നേ ഞാൻ വന്നിട്ടുണ്ടെന്ന്. 1910 കേട്ടോ ഈ റെയിൽവേ നിർമ്മിച്ചത്. ഇത് മലേഷ്യയിലത്തെ ഏറ്റവും പഴക്കേറിയ കെട്ടിടങ്ങളിൽ ഒന്നാണ്. ഇത് ഒരു കാലത്ത്, അതായത് പണ്ട് 1910 സമയത്തൊക്കെ ഇത് കൊലാലംപൂരിൻ്റെ പ്രധാന റെയിൽവേ സ്റ്റേഷൻ ആയിരുന്നു. പിന്നീട് ഇത് KL സെൻറ്റർ വന്നപ്പോൾ പ്രധാന സർവീസുകളൊക്കെ അവിടേക്ക് മാറ്റി. പക്ഷേ ഈ KTM സ്റ്റേഷൻ ഇപ്പോഴും KTM ട്രെയിനുകൾക്കായിട്ട് ഉപയോഗിക്കുന്നുണ്ടെന്നൊക്കെയാണ് പറയണത്. അങ്ങനെ അതൊക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബാക്കി നാളെ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ.